എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല, മറിച്ച് നല്ലൊരു എല്ലാവർക്കും നമ്മുടെ ലേഡീസിനും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും നല്ല ഉപകാരപ്പെട്ടിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. മറ്റൊന്നുമല്ല, ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ലേഡീസിന് മുലപ്പാൽ, നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം വർദ്ധിപ്പിക്കാൻ പറ്റും എന്നുള്ള നല്ലൊരു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ എന്ന് പറയുന്നത്. അപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് മുലപ്പാലില്ലാത്തവർ ഒത്തിരി പേരുണ്ടാവും, എന്നാൽ ഒരുപാട് പാലുള്ളവരും ഉണ്ടാവും കേട്ടോ. നമ്മൾ നിൽക്കുമ്പോഴും കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ അല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ഒരു ബ്രസ്റ്റ് കൊടുക്കുമ്പോഴും ഒരു ബ്രസ്റ്റിന് ഫീഡ് ചെയ്യുന്ന സമയത്ത് മറ്റേ ബ്രസ്റ്റിൽ നിന്ന് പാല് തനിയെ ഇങ്ങനെ ഒലിച്ചു പോകുന്നവർ, അങ്ങനെയുള്ളവർ ഒത്തിരി പേരുണ്ടാവും. അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഭാഗ്യവാന്മാരാണ് കേട്ടോ. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിശപ്പറിഞ്ഞിട്ട് പാൽ കിട്ടുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യം. നമ്മൾ ഫീഡ് ചെയ്തെന്ന് കഴിഞ്ഞാൽ 2-2.5 മണിക്കൂർ അവർ കളിക്കുന്നുണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഉറങ്ങുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മതിയായിട്ടുള്ള പാല് കിട്ടുന്നുണ്ടെന്നാണ് അർത്ഥം. എന്നാൽ ചിലർക്ക് ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടും തന്നെ പാലുണ്ടാവില്ല. നമ്മുടെ കുട്ടികൾ ഫീഡ് ചെയ്തെന്ന് കഴിഞ്ഞാൽ വീണ്ടും കരയുന്നു, അല്ലാന്നുണ്ടെങ്കിൽ അവർ കളിക്കുന്നില്ല, കിടന്ന് കളിക്കുന്നില്ല, എന്നെ ഒന്നിനും സമ്മതിക്കുന്നില്ല, അങ്ങനെയുള്ളവർ ഒത്തിരി പേരുണ്ടാവും. അങ്ങനെയുള്ള കൂട്ടത്തിൽ പെട്ടതായിരുന്നു ഞാനും. എന്നാൽ ഇപ്പോഴും അത്യാവശ്യം കുഴപ്പമില്ലാതെ പാലുണ്ട് എനിക്ക്. അതിനായിട്ട് ഞാൻ കുറേ ടിപ്പുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടിപ്പ് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്താന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഡെലിവറി കഴിഞ്ഞിട്ടുള്ളവർ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരമാകുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഫീഡ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഫീഡ് ചെയ്യുന്നില്ല ഒരു ഫീഡിങ് ആ ഒരു സമയത്ത്, പീരീഡ് സമയത്ത് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഒട്ടും ടെൻഷൻ അടിക്കാൻ പാടില്ല. ഒരു കാര്യത്തിനും സ്ട്രെസ്സോ ടെൻഷനോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതുണ്ടായി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് പാല് കുറയും. കാരണം എന്താ വെച്ചാൽ അതിനുള്ള മെയിനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കത് അനുഭവം ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇതിന് മുന്നേ ഉള്ള വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോൾക്ക് ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഒരാഴ്ചക്കുള്ളിൽ നന്നായിട്ട് ജോണ്ടിസ് ഇൻക്രീസ് ആയിട്ട് ഫോട്ടോതെറാപ്പിയിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, നമ്മൾ ഫോട്ടോതെറാപ്പിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു അവസ്ഥയാണത്. ഒരുപാട് വയറും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് കാണുമ്പോൾ തന്നെ ഒന്നാമത് ഞാനോട് ഒറ്റയ്ക്കാണ്, ഞാൻ ഏട്ടന് മാത്രമേ ഉള്ളൂ, ഒന്ന് സമാധാനിപ്പിക്കാനും ആരും ഉണ്ടായിരുന്നില്ല. ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുള്ള ആ ഒരു സമയമായിരുന്നത്. എനിക്ക് ആ ഒരു സമയത്ത് പാലെന്ന് പറയുന്നത് ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല, നന്നായിട്ട് കുറഞ്ഞു. ഡെലിവറി കഴിഞ്ഞ സമയത്ത് 2 ദിവസം കൊണ്ട് എനിക്ക് പാല് വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആദ്യത്തെ 2 ദിവസം ചിലർക്ക് പാലുണ്ടാവില്ല, അത് നോർമലായിട്ടുള്ള കാര്യമാണ്. കുഞ്ഞുങ്ങൾ സക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് പാല് കൂടി വരുന്നത്. ആ ഒരു കാര്യത്തിൽ ആരും ടെൻഷൻ അടിക്കണ്ട. 2-3 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് പാല് വരുള്ളൂ കേട്ടോ. അതിനുശേഷം നന്നായിട്ട് കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 മണിക്കൂർ ഇടവിട്ടിട്ട് 2 ബ്രസ്റ്റ് മാറി കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് നന്നായിട്ട് പാല് വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. ആ ഒരു സമയത്ത് ഒരാഴ്ച എനിക്ക് നന്നായിട്ട് പാലുണ്ടായിരുന്നു. രണ്ടും മാറി കൊടുത്തു പാല് വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതിനുശേഷം മോൾക്ക് നന്നായിട്ട് ജോണ്ടിസ് ഇൻക്രീസ് ആയി. അപ്പോൾ ടെൻഷനായി, സ്ട്രെസ്സായി, ഞാൻ ഒറ്റയ്ക്കായി. മോളുടെ ആ ഒരു അവസ്ഥയൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ആർക്കായാലും, കാരണം ഡെലിവറി കഴിഞ്ഞിട്ട് ഒരാഴ്ചയായിട്ടുള്ളവർ ആകെ കാണാനായിട്ട് അത്രയും ഉണ്ടായിരുന്നല്ലോ. ആ ഒരു സമയത്ത് ഫോട്ടോതെറാപ്പിയൊക്കെ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ അമ്മ കാണുന്നമാരുടെ നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നന്നായിട്ട് ഞാൻ ടെൻഷൻ അടിച്ചു. എനിക്ക് പാല് ഉണ്ടായിരുന്ന പാല് മുഴുവനായിട്ട് അങ്ങോട്ട് കുറഞ്ഞു, ഒട്ടും പാലുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഫോർമുല മിൽക്ക് ഡിപ്പെൻഡ് ചെയ്തു. 2 മണിക്കൂർ വിട്ടിട്ട് നമ്മൾ ഫോർമുല മിൽക്ക് ആകുമ്പോൾ സമയത്ത് 3 മണിക്കൂർ ഇടവിട്ടിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. 3 മണിക്കൂർ വിട്ടിട്ട് ഫോർമുല മിൽക്ക് ഇതിന് കൊടുക്കും. ഉള്ള പാല് ഞാൻ എങ്ങനെയെങ്കിലും പമ്പിലൂട്ടയും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രസ്റ്റ് പമ്പ് വെച്ചിട്ട് എടുക്കുമല്ലോ, ആ ഒരു പമ്പിലൂട്ട് എടുത്തിട്ട് കുട്ടികൾക്ക് കുഞ്ഞിന് കൊടുക്കും കേട്ടോ, വാവയ്ക്ക് കൊടുക്കും. പക്ഷേങ്കിൽ അതെന്നാൽ ഒരു 30 അല്ലാന്നുണ്ടെങ്കിൽ ഒരു 20 ml അത്രയൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ കിട്ടുന്ന എന്താണോ അത് ഞാൻ കൊടുക്കും. അപ്പോൾ ഡോക്ടറെ അടുത്ത് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഒട്ടും ടെൻഷൻ അടിക്കാൻ പാടില്ല. ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ മുലപ്പാൽ എന്തായാലും കുറയും. അപ്പോൾ നന്നായിട്ട് ഉണ്ടായിരുന്ന പാല് തന്നെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ അതിലേക്ക് എനിക്ക് പൂർണ്ണമായിട്ട് അത് ഒരു കാര്യത്തിൽ വിശ്വാസമില്ല കേട്ടോ. നമ്മൾ ടെൻഷൻ അടിച്ചെന്ന് കഴിഞ്ഞാൽ പാല് മുഴുവനായിട്ട് അങ്ങോട്ട് ഇല്ലാതാവും. അപ്പോൾ ടെൻഷൻ അടിക്കാതെ ഒരു കാര്യത്തിനും ഒരുപാട് അങ്ങോട്ട് ചിന്തിച്ച് കൂട്ടാതെ നമ്മൾ വരുന്നത് വരട്ടെ എന്ന് വെച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതങ്ങോട്ട് മുന്നോട്ട് പോവുക. നമ്മുടെ കുഞ്ഞുങ്ങളാണ് നമുക്ക് വലുത്. അപ്പോൾ അവർക്ക് പാലിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് അതിൻ്റെതായ വഴിക്ക് നടക്കട്ടെ എന്ന് വെച്ചിട്ട് ടെൻഷൻ അടിക്കാതെ നന്നായിട്ട് റിലാക്സ് ചെയ്തിട്ട് നമ്മൾ ഫീഡ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പാല് വന്നോളും. പിന്നെയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 2 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ട് കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായിട്ടും പാൽ കൊടുക്കുക. കാരണം ന്യൂ ബോൺ ബേബിയൊക്കെ ആകുന്ന സമയത്ത് അവർ പകലൊക്കെ ഒരുപാട് അങ്ങോട്ട് കിടന്നുറങ്ങും. വിശന്നാലും ചില കുഞ്ഞുങ്ങൾ അങ്ങോട്ടും ഉറങ്ങിപ്പോകും. നമ്മൾ അലാറം വെച്ചിട്ടാണെങ്കിലും
നന്നായിട്ട് 2 മണിക്കൂർ കൂടുമ്പോൾ ഫീഡ് ചെയ്യുക കേട്ടോ. അവരെ വിളിച്ചുണർത്തിയിട്ടാണെങ്കിൽ ഫീഡ് ചെയ്യുക. ചില മക്കൾ നമ്മൾ വിളിച്ചുണർത്തിയാലും ഉറക്കിൽ നിന്ന് എണീക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ മുഖത്തെ ഒന്ന് തുടച്ചു കൊടുത്തിട്ട് ഫീഡ് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഫീഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പാല് നിന്ന് പോകും കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് ഫീഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ബോഡിയിൽ നമുക്ക് ബോഡിയെ തന്നെ നമ്മൾ അറിയിക്കാൻ പറ്റും നമുക്ക് എത്രത്തോളം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പാല് വേണമെന്നുള്ളത്. അതിനനുസരിച്ച് നമ്മുടെ ബോഡി അത് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ പാലിൻ്റെ ആ ഒരു ഫീഡ് ചെയ്യുന്ന ഗ്യാപ്പ് ഒരുപാടാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരുപാട് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു ഫീഡ് കഴിഞ്ഞിട്ട് അടുത്ത് ഫീഡ് ചെയ്യുന്ന ഒരുപാട് ഗ്യാപ്പ് എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി എന്ത് ചെയ്തു അതിനനുസരിച്ചിട്ട് മാത്രമേ പാല് പ്രൊഡ്യൂസ് ചെയ്യാൻ നിൽക്കുള്ളൂ കേട്ടോ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 1.5 മണിക്കൂർ അല്ലാന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഫീഡ് ചെയ്യുക. ഒരു ബ്രസ്റ്റ് നമ്മൾ 20 മിനിറ്റ് അല്ലാന്നുണ്ടെങ്കിൽ 25 മിനിറ്റ് നമ്മൾ കൊടുക്കുക. എന്നിട്ട് മാറിയിട്ട് കുഞ്ഞുങ്ങൾക്ക് വയറെന്ന് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ബ്രസ്റ്റും ഒരു 20-25 മിനിറ്റ് കൊടുക്കുക. നന്നായിട്ട് പാല് വന്ന് കുഞ്ഞുങ്ങളുടെ വയറൊക്കെ നിറയുകയാണെന്നുണ്ടെങ്കിൽ അവർ തന്നെ അങ്ങോട്ട് വിട്ടോളും കേട്ടോ. ഉറങ്ങാൻ സമ്മതിക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് പാല് കൊടുത്തുകൊണ്ടേയിരിക്കുക. എങ്കിലും നമ്മുടെ ബ്രസ്റ്റിൽ പാല് വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചില ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മൾ കറക്റ്റായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ഫ്രൂട്ട്സ് ഒരുപാട് കഴിക്കുക. വെജിറ്റബിൾസ് ഒരുപാട് കഴിക്കുക. വെജിറ്റബിൾസ് നമ്മൾ മെയിനായിട്ട് ഉൾപ്പെടുത്തേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇലക്കറികൾ, ചീര, അതേപോലെ മുരിങ്ങയില, പിന്നെ നമ്മൾ ഇലക്കറികൾ എന്തൊക്കെയാണോ നമുക്ക് കഴിക്കാൻ പറ്റുക അത് മുഴുവനായിട്ട് കഴിക്കുക. ചിലർക്ക് ഇലക്കറികൾ ഒട്ടും ഇഷ്ടമുണ്ടാവില്ല. ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ഞാൻ. ചീര അതുപോലെ ചീര മാത്രമേ എനിക്കിഷ്ടമാണ്, ബാക്കിയൊന്നും എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് പാല് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പാല് നമുക്ക് കറക്റ്റായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തും സഹിച്ചിട്ട് കഴിച്ചാൽ മതിയാവും. അതുകൊണ്ട് കണ്ണ് അടച്ചിട്ട് നമുക്ക് തേങ്ങയൊക്കെ ഒരുപാട് ഇട്ടിട്ട് തോരനാക്കിയിട്ടൊക്കെ കഴിക്കുക കേട്ടോ. ചവച്ചരച്ചിട്ട് അങ്ങ് കഴിക്കുക. അതേ നമുക്ക് വഴിയുള്ളൂ. എങ്കിലേ നമുക്ക് പാല് വരുള്ളൂ കേട്ടോ. പച്ചക്കറികൾ ഒത്തിരി കഴിച്ചാൽ മാത്രമേ പാല് വരുള്ളൂ. അപ്പോൾ നന്നായിട്ട് പച്ചക്കറികൾ കഴിക്കുക, ഫ്രൂട്ട്സ് കഴിക്കുക. പിന്നെ നമ്മൾ അടുത്ത കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ വെള്ളം കുടിക്കുക എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു തവണ ഫീഡ് ചെയ്ത് അടുത്ത തവണ ഫീഡ് ചെയ്യുന്ന സമയത്ത് ഒരു 2 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടാവും. ആ ഒരു 2 മണിക്കൂർ ഗ്യാപ്പിൽ ഒരു 4-5 ഗ്ലാസ് വെള്ളം കുടിക്കുക. നന്നായിട്ട് വെള്ളം കുടിച്ചാൽ മാത്രമേ നമുക്ക് പാലുണ്ടാവുള്ളൂ. നമ്മൾ കുടിക്കുന്ന വെള്ളമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പാലായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ പാല് ആ ഒരു 2 മണിക്കൂർ ഗ്യാപ്പിൽ മിനിമം ഒരു 4-5 ഗ്ലാസ് വെള്ളം കുടിക്കുക കേട്ടോ. വെള്ളം നന്നായിട്ട് കുടിക്കുക. ഈ വെള്ളം കുടിക്കുന്ന സമയത്ത് നമുക്ക് പാല് തീരെ കുറവുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നല്ലൊരു ടിപ്പ് പറഞ്ഞുതരാം. 2 ലിറ്റർ വെള്ളം എടുക്കുക. 2 ലിറ്റർ വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ അളവിൽ ഉലുവ, 1 ടേബിൾ സ്പൂൺ അളവിൽ പെരിഞ്ജീരകം, 1 ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ സാധാരണ ജീരകം, ഇതൊക്കെ ഇട്ടിട്ട് ആ ഒരു 2 ലിറ്റർ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ആ ഒരു ഉലുവയുടെയും പെരിഞ്ജീരകത്തിൻ്റെയും ജീരകത്തിൻ്റെ സത്തൊക്കെ നന്നായിട്ട് വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആ ഒരു സമയത്ത് സ്റ്റവ് അങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് ചൂടാറിയതിന് ശേഷം നമ്മൾ ഈ ഒരു അന്ന് മുഴുവനായിട്ട് നമ്മൾ കുടിക്കുന്ന വെള്ളം ഇതായിരിക്കണം. 2 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ട് ഈ ഒരു 4-5 ഗ്ലാസ് വെള്ളം കുടിക്കുക. നമുക്ക് എത്രത്തോളം വെള്ളം കുടിക്കാൻ പറ്റുമോ അത്രത്തോളം നന്നായിട്ട് വെള്ളം കുടിക്കുക. ഉലുവയും പെരിഞ്ജീരകവും സാധാരണ ജീരകമൊക്കെ നമ്മുടെ മുലപ്പാൽ ഇൻക്രീസ് ആവാൻ വേണ്ടിയിട്ട് നല്ലൊരു ടിപ്പാണ് കേട്ടോ. അത് അനുഭവമുള്ള ആളാണ് ഞാൻ. കാരണം ഞാൻ പറഞ്ഞല്ലോ ഫോട്ടോതെറാപ്പിയൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് പാല് നന്നായിട്ട് കുറഞ്ഞു, ഒട്ടും പാലുണ്ടായിരുന്നില്ല. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരുപാട് യൂട്യൂബ് വീഡിയോ ഗൂഗിളും അങ്ങനെയൊക്കെ തപ്പി ഒരുപാട് ടിപ്സ് കണ്ടുപിടിച്ചു. എന്നിട്ട് ഞാൻ ഇത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി കേട്ടോ. 2 ലിറ്റർ വെള്ളം എടുക്കുക. അതിൽ ഈ ഒരു ഉലുവയും ജീരകവും പെരിഞ്ജീരകമൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വെള്ളം തിളപ്പിക്കും. എന്നിട്ട് അത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ഉലുവയൊക്കെ ഇട്ട് വെള്ളം ഒരുപാട് അങ്ങോട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷേ നമ്മൾ കണ്ണുടച്ചിട്ട് അങ്ങ് കുടിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇല്ലാതിരിക്കും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങോട്ട് കുടിച്ചു പോകും. അതാണ് സത്യാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് പിന്നീട് പാല് വരാൻ വേണ്ടിയിട്ട് തുടങ്ങി കേട്ടോ. പിന്നീടുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഉലുവക്കഞ്ഞി എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. നമ്മൾ ഡെലിവറിയൊക്കെ കഴിഞ്ഞാൽ പ്രസവരക്ഷയ്ക്കായിട്ട് നമ്മൾ ഉലുവക്കഞ്ഞി കുടിക്കാറുണ്ട്. എനിക്കിവിടെ കുളിപ്പിക്കാൻ വരുന്ന ചേച്ചിയായിരുന്നു ഉലുവക്കഞ്ഞി വെച്ച് തന്നിട്ടുണ്ടായത്. അവരതിൽ ഉലുവ, അതേപോലെ ചെറുപയർ നല്ലൊരു സാധനമാണ് നമ്മുടെ മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇട്ടുകൊണ്ടിരുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളിയും നല്ലൊരു സാധനമാണ് കേട്ടോ നമ്മുടെ മുലപ്പാൽ ഇൻക്രീസ് ആവാൻ വേണ്ടിയിട്ട്. വെളുത്തുള്ളി മുലപ്പാൽ ഇൻക്രീസ് ആവാനും, അതേപോലെ നമ്മൾ ഈ ചെറുപയറൊക്കെ ഇട്ടിട്ട് കഞ്ഞി കുടിക്കുന്ന സമയത്ത് നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഗ്യാസൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെളുത്തുള്ളി ഇതിൽ ആഡ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഉള്ളത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഇടുക. പിന്നെ നമ്മൾ ജീരകം ഇടുക. എന്നിട്ട് നന്നായിട്ട് കുക്കറിൽ ഇത് അടിച്ചിട്ടെടുക്കാം. ഉലുവ, അതേപോലെ ജീരകം, പിന്നെ ചെറിയ ഉള്ളി,
ചെറുപയർ, അതേപോലെ വെളുത്തുള്ളി, ഈ 5 സാധനം ഇട്ടിട്ട് നന്നായിട്ട് കുക്കറിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചിട്ടെടുക്കുക. അപ്പോൾ നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ അടിച്ചിട്ടെടുക്കുക കേട്ടോ. എന്നിട്ട് കുക്കറിൻ്റെ അടപ്പ് തുറന്ന് അതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് ശർക്കരപ്പാനി അല്ലെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടുള്ള ശർക്കര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് തിളച്ച പാല് ഈ ഒരു നമ്മൾ സാധാരണ പശുവിൻ പാലാണ് കേട്ടോ, തിളച്ചിട്ടുള്ള പശുവിൻ പാല് ഈ ഒരു കഞ്ഞിയിലോട്ട് ഇടുക. പിന്നെ നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല, തിളച്ചിട്ടുള്ള പാലാണ് നമ്മൾ ഒഴിക്കേണ്ടത്. പിന്നെ നമ്മൾ തിളപ്പിച്ച് കഴിഞ്ഞാൽ ശർക്കര ഇട്ടതുകൊണ്ട് ചിലപ്പോൾ അത് പിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് തിളച്ച പാല് ഒഴിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തേങ്ങയൊക്കെ ഇട്ടിട്ട് കുടിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മുടെ പാല് ഇൻക്രീസ് ആകും. കാരണം ഇതൊക്കെ ഞാൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. കാരണം അങ്ങനെ ആയിരുന്ന സമയത്തായിരുന്നു എനിക്ക് നന്നായിട്ട് പാലുണ്ടായിരുന്നത്. അപ്പോൾ പാലുണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, ഇനി ഇതൊന്നും കുടിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, പാലിനി വരുമായിരിക്കും വെച്ച് പതുക്കെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ ഇപ്പം ഞാൻ അങ്ങനെയാണുള്ളത്, ഓരോന്നോരോന്നായിട്ട് പതുക്കെ സ്റ്റോപ്പ് ചെയ്ത് തുടങ്ങി. അപ്പോൾ എനിക്ക് എന്ത് ചെയ്തു, ബ്രസ്റ്റ് മിൽക്ക് പതുക്കെ കുറഞ്ഞു തുടങ്ങി കേട്ടോ. അതൊരു കറക്റ്റാണ്. ആ ഒരു കാര്യമൊക്കെ നമ്മൾ 1 by 1 ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് പാലുണ്ടാവും. അത് നമ്മൾ ഏതെങ്കിലും ഒന്ന് നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് പാല് ഓട്ടോമാറ്റിക്കായിട്ട് കുറയുന്നുള്ളത് കാര്യം കറക്റ്റാണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം. നമ്മൾ എന്തായാലും ഒരു 6 മാസം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പാല് മാത്രം, ബ്രസ്റ്റ് മിൽക്ക് മാത്രം കൊടുത്തേ പറ്റൂ. ആ ഒരു സമയത്ത് നമ്മൾക്ക് തടി കൂടുന്നുണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ഷെയിം ആകുന്നുണ്ടോ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം 6 മാസം ബ്രസ്റ്റ് മിൽക്ക് മാത്രം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ 6 മാസത്തിന് ശേഷം നമ്മൾ സോളിഡ് ഫുഡൊക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് പതുക്കെ ബോഡിയുടെ ആ ഒരു മെയിൻറ്റെയിനൊക്കെ ഫുഡ് കൺട്രോളൊക്കെ ചെയ്തിട്ട് ബോഡി ഒന്ന് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ആദ്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മനസ്സറിഞ്ഞിട്ട് പാല് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ നമുക്കുള്ള ഏറ്റവും വലിയ നല്ലൊരു ടിപ്പ് എന്ന് വെച്ചാൽ മുരിങ്ങയില നന്നായിട്ട് കഴിക്കട്ടോ. മുരിങ്ങയില തോരനാക്കിയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പരിപ്പ് ഇട്ടൊക്കെ നമ്മൾ കറി വയ്ക്കുമല്ലോ, ആ ഒരു രീതിയിൽ നന്നായിട്ട് കഴിക്കുക. പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ നട്ട്സ് കഴിക്കുക. ബദാം നല്ലൊരു സാധനമാണ് നമ്മുടെ പാല് ഇരട്ടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ പ്രസവ രക്ഷയ്ക്കായിട്ട് ചിലർ മരുന്നിൻ്റെ പൊടിയൊക്കെ കഴിക്കും. ഒരുപാട് ജീരകം, പെരുംജീരകം, അതുപോലെ ഉലുവ, ഉഴുന്നൊക്കെ ഇട്ടിട്ട് മരുന്ന് പൊടിച്ച് കഴിക്കുന്നവരുണ്ട്. അതും നമ്മുടെ പാല് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സാധനമാണ്. പിന്നെയുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി രാവിലെയും രാത്രിയും 1 ഗ്ലാസ് പാല് വീതം കുടിക്കട്ടോ. ഈ ഒരു കാര്യം ഞാൻ ചെയ്യാറില്ല. പാൽ എനിക്ക് ഇത്ര വലിയ ഇഷ്ടമില്ല കുടിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് 1 ഗ്ലാസ് മാത്രമേ ഞാൻ കുടിക്കാറുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് പാൽ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ രാവിലെയും രാത്രിയും 1 ഗ്ലാസ് പാല് വീതം കുടിക്കട്ടോ. പാല് കുടിച്ചെന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് ഇൻക്രീസ് ആവും. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ മട്ടൻ ഉണ്ടല്ലോ, മട്ടൻ കഴിക്കുക. മട്ടൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കഴിക്കുക. മട്ടനും നല്ലൊരു ടിപ്പാണ് പാൽ ഇൻക്രീസ് ആവാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് നിങ്ങളടുക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ. മട്ടൻ നമുക്ക് കഴിക്കുമ്പോൾ തന്നെ അറിയാം. മട്ടൻ നമ്മൾ ഇന്ന് കഴിച്ചെന്ന് വിചാരിച്ചോ, നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ബ്രസ്റ്റിൽ നന്നായിട്ട് പാല് നിറഞ്ഞിട്ട് നമുക്ക് വേദനിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. അങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറഞ്ഞത്. മട്ടൻ നല്ലൊരു സാധനമാണ് നമുക്ക് പാല് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെയാണ്. പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നന്നായിട്ട് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാലുണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് ഒരുപാട് ഗുളികയൊക്കെ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. ബ്രസ്റ്റ് മിൽക്ക് ഇൻക്രീസ് ആവാനുള്ള നമ്മുടെ ബേബിക്ക് അധികം എഫക്റ്റ് ചെയ്യാത്ത നമ്മുടെ ഹെർബലായിട്ടുള്ള ഗുളികയൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. എനിക്ക് നന്നായിട്ട് പാല് കുറഞ്ഞ സമയത്ത് ഇവിടെ ഒരു ഹോസ്പിറ്റൽ, ഒരു ബ്രസ്റ്റ് ഫീഡിങ് സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അവിടെ നമ്മൾ വീക്കിലി പോയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ വെയിറ്റ്, അതുപോലെ നമുക്ക് നന്നായിട്ട് പാലുണ്ടോ, പാല് ഇൻക്രീസ് ആവുന്നതനുസരിച്ച് കുഞ്ഞുങ്ങളുടെ വെയിറ്റ് കൂടുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടത്. അപ്പോൾ അവിടെയുള്ള സിസ്റ്റർമാരോട് എനിക്ക് പാല് നന്നായിട്ട് കുറവുണ്ടെന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് അവർ റെക്കമെൻഡ് ചെയ്ത ഒരു ടാബ്ലറ്റ് ആയിരുന്നു ഫിറ്റോലാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് നാട്ടിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇവിടെ എന്തായാലും അതാണ് ബ്രസ്റ്റ് മിൽക്ക് ഇൻക്രീസ് ആവാൻ വേണ്ടിയിട്ട് അവർ എനിക്ക് തന്നിട്ടുള്ളത് കേട്ടോ. അതപ്പോൾ ഡെയിലി 4 എണ്ണം വെച്ചിട്ടാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. രാവിലെ 2, അതുപോലെ രാത്രി 2. അതും ആ ഒരു ടാബ്ലറ്റും എനിക്ക് ഒരുപാട് എഫക്റ്റീവ് ആയിരുന്നു കേട്ടോ, ബ്രസ്റ്റ് മിൽക്ക് ഇൻക്രീസ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചോറൊക്കെ വേവിച്ചെടുക്കുമ്പോഴുണ്ടാകുന്ന കഞ്ഞിവെള്ളം ഉണ്ടാകും, നല്ല കൊഴുപ്പുള്ള കഞ്ഞിയുടെ വെള്ളം. ഇതെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പറയുന്ന ടിപ്പാണ് കേട്ടോ. നല്ല കൊഴുപ്പുള്ള 1 ഗ്ലാസ് കഞ്ഞിയുടെ വെള്ളം എടുക്കുക, അതിൽ ശകലം കുറച്ച് ഉപ്പിടുക. എന്നിട്ട് അതിലോട്ട് നമുക്ക് എത്രത്തോളം തേങ്ങ ഇടാൻ പറ്റും, ഒരു കൈപ്പിടി നിറയെ തേങ്ങ ഇടുക. എന്നിട്ട് ആ തേങ്ങയും കഞ്ഞിവെള്ളം നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് ആ ഒരു തേങ്ങാപ്പാൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു കഞ്ഞിവെള്ളത്തിൽ ഇറങ്ങി എന്ന് തോന്നുന്ന സമയത്ത് നമ്മളത് കുടിക്കട്ടോ. ചിലർക്ക് കുടിക്കാൻ പറ്റില്ല, തേങ്ങയുടെ ആ ഒരു കുത്തലൊക്കെ കാരണത്തോണ്ട് നന്നായിട്ട് ആ ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും. പക്ഷേ നമ്മൾ നന്നായിട്ട് ചവച്ചരച്ചിട്ട് അത് കുടിക്കുക. ആ ഒരു തേങ്ങാപ്പാലൊക്കെ നമ്മുടെ മുലപ്പാൽ ഇൻക്രീസ് ആവാൻ വേണ്ടിയിട്ട് നല്ലൊരു ടിപ്പാണ്. പിന്നെ മറ്റൊരു ടിപ്പ് എന്തെന്ന് വെച്ചാൽ നമ്മൾ രാവിലെയും രാത്രിയും ഒക്കെ അരിയായിട്ടുള്ളത് അരി ആഹാരം കഴിക്കുക, ചോറ് തന്നെ കഴിക്കുക. ചിലവർ
ശരീരമൊക്കെ ഒന്ന് മെലിയാൻ വേണ്ടിയിട്ട് രാത്രി ചപ്പാത്തി കഴിക്കുന്നവരുണ്ടാവും, ഗോതമ്പിൻ്റെയൊക്കെ കഴിക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവർ ഈ ഒരു സമയത്ത് അത് ഒഴിവാക്കിയിട്ട് 2 നേരവും അല്ലെന്നുണ്ടെങ്കിൽ 3 നേരവും നമ്മൾ അരി ആഹാരം തന്നെ കഴിക്കുക. ചോറ് നന്നായിട്ട് കഴിക്കട്ടെ. ചോറ് കഴിച്ചാൽ ഉറപ്പായിട്ടും നമുക്ക് മുലപ്പാൽ ഇൻക്രീസ് ആവും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇൻക്രീസ് ആകാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത ടിപ്പുകൾ എന്ന് പറയുന്നത്. ഇതൊക്കെ എനിക്ക് ഉപകാരമായിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ അതൊക്കെ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വന്നു. ആ ഒരു സമയത്ത് എനിക്ക് പാല് കുറയാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതുകൊണ്ടാണ് ഇതൊക്കെ നമ്മുടെ പാൽ ഇൻക്രീസ് ആവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന സാധനങ്ങളാണെന്ന് എനിക്ക് ഉറപ്പായിട്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം നന്നായിട്ട് വെള്ളം കുടിക്കുക. വെള്ളം കുടിച്ചാൽ മാത്രമേ നമുക്ക് പാലുണ്ടാവുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞു, നമ്മുടെ വെള്ളമാണ് കുഞ്ഞുങ്ങൾക്ക് പാലായിട്ട് കിട്ടുന്നത്. പിന്നെ നിങ്ങളൊരു കാര്യം, മുലയൂട്ടുന്ന അമ്മമാർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫീഡ് ചെയ്യാൻ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കയ്യിലെടുത്ത് നമ്മൾ ഫീഡ് ചെയ്യാൻ തുടങ്ങും, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സക്ക് ചെയ്യാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് നമുക്ക് ദാഹിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. എനിക്കുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടത്. ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നമ്മുടെ കുഞ്ഞുങ്ങൾ ആ ഒരു വായിൽ വെച്ചിട്ട് സക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ദാഹിക്കാൻ തുടങ്ങും. അപ്പോൾ ഞാനൊരു ഗ്ലാസ് വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ ഫീഡ് ചെയ്യുന്നത്. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം വെള്ളമാണ് നമ്മുടെ പാല് ഇരട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല ടിപ്പ് എന്ന് പറയുന്നത്. വെള്ളം നന്നായിട്ട് കുടിക്കുക. വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പാല് ഉണ്ടാവുള്ളൂ. തീരെ പാലില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉലുവ വെള്ളം അതേപോലെ ജീരകമൊക്കെ ഇട്ട് തിളപ്പിച്ചിട്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം കുടിക്കുക. ഇതൊക്കെയാണ് മുലപ്പാൽ ഇൻക്രീസ് ആവാൻ വേണ്ടിയിട്ടുള്ള നല്ല ടിപ്പുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഉപകാരമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കട്ടോ. ഈ ഒരു ടിപ്പുകളൊക്കെ ഒരു ദിവസം കുടിച്ചുകൊണ്ടോ 2 ദിവസം കുടിച്ചുകൊണ്ടോ ഒന്നും ഉണ്ടാവണമെന്നില്ല. നമ്മൾ ഒരാഴ്ചയോ അല്ലെന്നുണ്ടെങ്കിൽ 2 ആഴ്ചയോ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ടിപ്സൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് പാല് ഇൻക്രീസ് ആവും. ടെൻഷൻ അടിക്കണ്ട, സ്ട്രെസ് വേണ്ട. നമ്മുടെ പാല് എന്തായാലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാകത്തിലുണ്ടാവും. പിന്നെ എത്ര കഴിച്ചിട്ടും പാലില്ലാത്തവരുണ്ടാവും. അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിശപ്പ് മാറാൻ വേണ്ടിയിട്ട് എന്തായാലും നമുക്ക് വിശപ്പ് മാറ്റിയേ പറ്റൂ. അപ്പോൾ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഫോർമുല മിൽക്ക് തന്നെ ഡിപ്പെൻഡ് ചെയ്യാം. ചിലരുള്ള സങ്കടത്തിൽ എത്ര എനിക്ക് ട്രൈ ചെയ്തിട്ടും എന്ത് ചെയ്തിട്ടും മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നില്ല എന്നുള്ളവർ ഒത്തിരി പേര് എൻ്റെ അടുത്ത് പറയാറുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ എനിക്ക് വേറെ ഒന്നും പറയാറില്ല. കാരണം നമ്മളുടെ ഓരോരുത്തരുടെ ബോഡിയുടെ അനുസരിച്ചിട്ടായിരിക്കും. എന്തെങ്കിലും ഒരു കുറവുണ്ടായിരിക്കും നമുക്ക് എന്ത് ട്രൈ ചെയ്തിട്ടും ചിലർക്ക് പാലുണ്ടായില്ലാത്തത്. അപ്പം അങ്ങനെയുള്ളവർ ഫോർമുല മിൽക്ക് തന്നെ ഡിപ്പെൻഡ് ചെയ്യുക. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ വിശന്ന് കഴിയുമ്പോൾ നമുക്കത് കണ്ടു നിൽക്കാനാവില്ല. എന്തെങ്കിലും കൊടുത്ത് അവരുടെ വിശപ്പ് മാറ്റിയേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർ ഉറപ്പായിട്ട് ഫോർമുല മിൽക്ക് തന്നെ ചെയ്യാം. ബ്രസ്റ്റ് മിൽക്ക് ഉള്ളവർ നമ്മുടെ എക്സ്ക്ലൂസീവായിട്ട് ബ്രസ്റ്റ് മിൽക്ക് തന്നെ കൊടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉപകാരമായെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് വെള്ളം കുടിക്കുക. പിന്നെ ഈ ഒരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഉറപ്പായിട്ടും പ്രസ് ചെയ്യുക കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഷെയറും കൂടി ചെയ്തേക്കാം. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുട്ബോൾ. ബൈ.